നമ്മുടെ പ്ലിന്ത് ബീം സെറ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇത്. നമ്മുടെ അടിയിലിടുന്ന പട്ടയാണ്. ഇതിൻ്റെ ഈ ഒരു 65 mm വീതി വരുന്ന ഈ ഷീറ്റിന് നമ്മളിടുമ്പോൾ ഇത് ഈ സൈഡ് ഒരു ഹോളാണ്, ഈ ഹോള് 3 ഉണ്ട്. ഇത് ഫസ്റ്റത്തെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ 7 ഇഞ്ച് നമുക്ക് ബീം കിട്ടും. രണ്ടാമത്തെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ 8 ഇഞ്ച് കിട്ടും. മൂന്നാമത്തെ ഹോളിൽ നമ്മൾ കമ്പി, അതായത് ഈ കമ്പി ഉണ്ടല്ലോ, ഈ കമ്പി അടിക്കുന്നത് മൂന്നാമത്തെ ഹോളിലാണ് നമ്മൾ ഇടണമെങ്കിൽ 9 ഇഞ്ചാണ് കിട്ടുക. ഇത് ഈ അടിയിൽ ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്തതിൻ്റെ കാര്യം നമുക്ക് താഴ്ന്ന് തട്ടി ഊരിയെടുക്കാനുള്ള എളുപ്പത്തിനാണ് അടിയിലെ പട്ടയ്ക്ക് നമ്മൾ ഈ ബെൻഡ് ഇട്ടിട്ടുണ്ട്. മേലെ ഇടുന്ന പട്ടയ്ക്ക് ബെൻഡില്ല, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഈ 7 ഇഞ്ച് 8 ഇഞ്ച് 9 ഇഞ്ചിൻ്റെ 3 ഹോളുണ്ട്. ഇത് നമ്മൾ മൾട്ടിപർപ്പസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്താക്കിയത്. ഇവിടെ കോണിന് നമ്മൾ എന്തായിട്ടില്ല, കോണ് സെപ്പറേറ്റ് ആയില്ല. അത് കാണിച്ചു തരാം കോണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് ഉള്ള കോണാണ്. ഇത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ പുറത്തത്തെ കോൺ റെഡിയായി. ഉള്ളിൽ ഇതേപോലെ നമ്മൾ ചെയ്ത് വെച്ചാൽ ഉള്ളിലത്തെ കോൺ റെഡിയായി, ഇതേപോലെയായി. അപ്പോൾ ഈ ഷീറ്റ് തന്നെ മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഇത് ഇരുമ്പിലുണ്ടാക്കുന്ന കോണാണ്. ഇത് നമ്മൾ ഇന്നർ കോർണർ ഔട്ടർ കോർണർ, ഇത് 2 രീതിയിൽ കോർണർ ചെയ്യാം. സ്റ്റീലിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആവശ്യമാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഈ ഒരു ആവശ്യത്തിലേക്ക് മാത്രം ഉപയോഗിക്കണം. ഒരു 750 രൂപ 700 വില വരാൻ സാധ്യതയുണ്ട് ഒരു കോണിന്. പിന്നെ അതേപോലെ തന്നെ ഈ പ്ലിന്ത് നമുക്ക് ഏത് അളവിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ഇത് ഈ അളവിൽ തന്നെ നമ്മുടെ അഡ്ജസ്റ്റബിൾ ഷീറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 50 വീതി വരുന്ന ഷീറ്റുണ്ട്, 40 വീതി വരുന്ന ഷീറ്റുണ്ട്, പിന്നെ 30 വീതി വരുന്ന ഷീറ്റുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ഷീറ്റാണ്. ഇതൊക്കെ ഓരോ ഈ രണ്ടെണ്ണം നമുക്ക് മുറിച്ചാൽ നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും ബാത്റൂമിൻ്റെ അളവ് തിരിക്കാനും ഒക്കെ നന്നാവും. ഇത് നമ്മുടെ 20-ൻ്റെ ഷീറ്റാണ്. അത് മുറിച്ചതാണ്, പകുതിയാക്കിയാണ്. ഇത് നമ്മളെ 150 സെൻറ്റിമീറ്റർ വരുന്ന ഷീറ്റാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇനി വേറെ നമുക്ക് കോൺ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ പലകയിൽ നമുക്ക് ചെയ്യാം. അതിനുള്ളൊരു സംവിധാനമാണ് ഇത്. ഈ കോൺ ഈ രീതിയിൽ പലക സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഈ കോൺ അഡ്ജസ്റ്റബിൾ ഷീറ്റ് കൊണ്ട് നമുക്ക് ഒരു 10 സെൻറ്റിമീറ്ററൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലും ചെയ്യാം. ഇത് 60 സെൻറ്റിമീറ്ററാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇത് നമുക്ക് 1.20 അഡ്ജസ്റ്റബിൾ ആക്കാനും കഴിയും. 1.20, അതായത് നമ്മൾ മെയിൻ സ്ലാബ് വാർക്കുന്ന സമയത്ത് നമുക്ക് ഈ 1.20 ഈ 60 അഡ്ജസ്റ്റബിൾ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, പിന്നെ രണ്ടെണ്ണം യോജിപ്പിച്ചത് ഈ അഡ്ജസ്റ്റബിൾ ഷീറ്റ് നമ്മൾ ആണിത്തോളം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഇതേപോലെ പലക വെച്ചിട്ടൊന്ന് ആണി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലിന്ത് വാർക്കുമ്പോൾ പ്ലിന്തിൻ്റെ അഡ്ജസ്റ്റബിളിൻ്റെ ആവശ്യത്തിലേക്ക് ഇത് എല്ലാ ആവശ്യത്തിലേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പ്ലിന്ത് വാർപ്പിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. എല്ലാ ആവശ്യങ്ങൾക്കും ഈ പ്ലിന്ത് ബീം ഫൈബർ ഫോം ഷീറ്റ് സെറ്റാണ്. വേറെ അടിയിൽ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ 8-4 പഴയ ഷീറ്റാണ്. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു, 2 ഷീറ്റ് ഇങ്ങനെ വന്നു. അതിൻ്റെ ഒരു സൈഡിൽ വേണമെങ്കിൽ ഇങ്ങനെ ഈ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്ററൊക്കെ നമുക്ക് ഗ്യാപ്പ് എന്താക്കാം ഫില്ല് ചെയ്തു. നമുക്കൊരു തോത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ എന്തായി ഈ ഗ്യാപ്പ് സോൾവ് ആകും. അതേപോലെ തന്നെ ചെറിയ ആവശ്യങ്ങൾ, ചെറിയ ഗ്യാപ്പൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പലകയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. 2 കമ്പി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ പലക ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ നമുക്ക് 2 കമ്പി അടിച്ചു കഴിഞ്ഞാൽ സാധാ 8 ഇഞ്ചിൻ്റെ പലക വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഇറക്കി കൊടുത്താൽ നമുക്ക് നമ്മളെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഓരോ ഐഡിയ പറഞ്ഞിരുന്നത് മാത്രം. ഇത് പല അളവിലാണല്ലോ നമ്മളെ പ്ലിന്ത് വരിക. അപ്പോൾ ഇതിങ്ങനെയും ചെയ്യാം. പണികൾ ഏത് രീതിയിൽ ചെയ്യാൻ പറ്റിയ ഷീറ്റാണ്. പ്ലിന്തിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മളിതിന് ഈ അടിയിലും മേലെയും പട്ടയിലിടാൻ വേണ്ടി കൊടുത്തത് കേട്ടോ. ഇതാണ് ഇത് പട്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പ്ലിന്ത് ബീം തള്ളൂല.